ഹായ് ഹലോ, ദിസ് ഈസ് എ വെനസ്ഡേ ഈവനിങ്. ഇന്ന് ആശയുടെ ബർത്ത്ഡേ ആണ്. ആശയായിരുന്നു വെച്ചാൽ എൻ്റെ ന്യൂ സ്റ്റാഫാണ്. ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായി. ആശയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ട്രീറ്റ് തരാമെന്നും പറഞ്ഞ് നമ്മളെ വെണ്ണിക്കുളത്ത് തന്നെയുള്ള ചപ്പാത്തിക്കട എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ വന്നിരുന്ന് കുറേ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ എന്തുവാണെന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്, ഇത് ആശയുടെ മോളാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി, ആശയുടെ മോളാണ്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ നല്ല ചൂടായിരുന്നുകൊണ്ട് നമുക്ക് നമ്മൾ ആ വൈബ് അങ്ങ് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റി പിടിച്ചു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ഹോട്ടലിലോട്ട് വന്നു. അപ്പോൾ നമ്മളെ വൈബൊക്കെ സെറ്റായി. കാരണം വെച്ചാൽ അവിടെ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ടാണ്. ഇത് വീഡിയോ ആണ്. ആശ എവിടെ ഇരിപ്പുണ്ട്, ചിന്തിച്ചോണ്ടിരിക്കുക. ബർത്ത്ഡേ ആയിട്ട് അവന് പ്രായം ചോദിച്ചുകൂടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മള് ചോദിക്കുന്നു. അയ്യോ, അന്നത്തെ ദിവസം പ്രായം പറഞ്ഞുകൂടെന്നാ പറയണത്. മോള് സുന്ദരി കുട്ടി, 30 വയസ്സ് പറയുള്ള. എനിക്കും ഇനി എന്തൊരു കോംപ്ലിമെന്റ്. എത്തൂല്ല. തന്നെ എന്റെ സൂപ്പ് മേടിച്ചു വെച്ച് കുടിക്കും. നിങ്ങളൊക്കെ പറയും, നിങ്ങൾ പറയും ഇടിയാണോ ചെയ്യുന്നത്. റെസ്റ്റോറന്റ്, ഈ റെസ്റ്റോറന്റ് പേര് ഞാൻ പറയത്തില്ല, അത്ര അങ്ങനെ വേണ്ട. നമ്മൾ ആദ്യം സൂപ്പ് മേടിച്ചു, പിന്നെ മോള് ഇത് മേടിച്ചു. എന്തുവാടാ പറഞ്ഞു കൊടുക്കടാ, എന്തുവാന്നു? നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് മേടിച്ച്. സോമയും ഇവർ രണ്ടും കൂടെ ഒന്നും എടുത്ത് അതിനെ രണ്ടുപേരും കൂടെ ഒക്കെ ഷെയർ ചെയ്തൊക്കെ എടുത്ത് അതിന്റെ പകുതി അവനും കഴിക്കുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ടും കഴിക്കുക കേട്ടോ. നമ്മൾ ആശയം കഴിക്കുന്നുണ്ട്. അവനും കൊണ്ടുവന്ന് എല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തത് ഞാനും കഴിച്ചു. പിന്നെ നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് സത്യം പറഞ്ഞാൽ ഫുഡ് വന്നതെന്നല്ലാതെ ഒരു ഓർമ്മയില്ല. ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ലോഡഡ് ഫ്രൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായി കേട്ടോ. നല്ല അടിപൊളി ഒരു ഫുഡ് തന്നെയായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഇപ്പം കുറച്ച് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചോറും ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ മാറ്റി വെച്ചതാണ്. പിന്നെ ഇങ്ങനെ ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് കഴിക്കാതിരിക്കണത്. അതുകൊണ്ട് ഡയറ്റൊക്കെ എടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ട്രീറ്റ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മളത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഞാൻ ഭയങ്കര സന്തോഷമായി. ആശയ്ക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല ജന്മദിനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.